തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 39 വയസ്സുള്ളൊരു ദലിത് യുവതിയെ മോഷണക്കുറ്റം ആരോപിച്ചിട്ട് 20 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നൊരു ആരോപണം ഉയർന്നതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടറെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു എൻക്വയറിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഒരു ചാനലിൽ 20 മണിക്കൂർ ഒരാളെ കസ്റ്റഡിയിൽ വെക്കാമെന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22 പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയോ കസ്റ്റഡിയിൽ വെക്കപ്പെടുകയോ ചെയ്യുന്ന ഒരാളെ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്താൽ മാത്രമേ 24 മണിക്കൂർ എന്നുള്ളൊരു മാൻഡേറ്ററി പീരീഡ് പാലിക്കേണ്ടതുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ പഴയ കാലത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. അവരങ്ങനെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാതിരിക്കും. കസ്റ്റഡിയല്ലേ, എത്ര നാൾ വേണമെങ്കിലും കൊണ്ടു നടക്കാം എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ കുറെ അബദ്ധങ്ങളിൽ പണ്ട് പോലീസ് പെട്ടിട്ടുണ്ട്. പണ്ട് ഈ മോഷണക്കുറ്റം ആരോപിക്കപ്പെടുകയും എന്നാൽ അത് തെളിവ് സഹിതം പിടിക്കപ്പെടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആ ഒരു സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസിലാണ് ഒരാളെ കിട്ടണമെങ്കിൽ ഇവർ ഈ അടവ് ഉപയോഗിക്കുമായിരുന്നു. കുറേ നാൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും, ചോദ്യം ചെയ്യും, അങ്ങനെ പോകും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. സ്റ്റേഷൻ നിറയെ CCTV ക്യാമറകളാണ്. 20 മണിക്കൂർ എന്ന് പറയുന്നത് ഇല്ലീഗൽ കസ്റ്റഡി അല്ല. എന്നാൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ, കസ്റ്റഡിയിൽ വയ്ക്കുന്ന സമയത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ അത് ഇല്ലീഗൽ കസ്റ്റഡിയാ അല്ലെങ്കിൽ ഇല്ലീഗൽ അറസ്റ്റായിട്ട് മാറും. അതെത്രത്തോളം, എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.